എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. 2026 ചിത്തിര നക്ഷത്രം. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പല യൂട്യൂബിലൊക്കെ ഇല്ലെങ്കിൽ പല ആൾക്കാർ പറയുന്ന വീഡിയോസൊക്കെ ചിത്ര നക്ഷത്രക്കാർ കണ്ടു കാണും. എനിക്ക് പറയാനുള്ള ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർ ആര് എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ യുക്തി കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. ഇവർ പറയുന്നത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. കൂടുതൽ രീതിയിലുള്ള അന്ധമായ വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. വേറൊരു കാര്യം എനിക്ക് നിർദ്ദേശം തരാനുള്ളത്, നമ്മൾ ജോലിക്ക് പോയാൽ പൈസ കിട്ടും. അസുഖം വന്നാൽ ആശുപത്രി പോകാതെ പൂജാതി കാര്യങ്ങൾ ചെയ്താൽ അസുഖം മാറില്ല. പിന്നെ ജോലിക്ക് പോകാതെ കുറേ യന്ത്രങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വെച്ചാൽ പൈസ ഓട്ടോമാറ്റിക്കലി പറന്നു വരത്തില്ല. അതൊന്നും ഭക്തജനങ്ങൾ പ്രത്യേകപരമായി ശ്രദ്ധിക്കണം. അന്ധപരമായ കൂടുതൽ വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. പിന്നെ നമ്മൾ ജോലിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ ചെറിയ ചെറിയ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം അസുഖം വന്നു, ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും പറയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയൂലേ. അപ്പോൾ ഡോക്ടറുടെ കർമ്മം ചെയ്ത് നമ്മൾ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥന നടത്തുന്നു, ഇല്ലെങ്കിൽ എന്താ പറയുക, മൃത്യുഞ്ജയ ഹോമം മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഈശ്വര സങ്കല്പത്തെ വിളിച്ച് ഭഗവാനെ അസുഖങ്ങൾ മാറണമെന്ന്, അത് നമ്മളൊരു വിശ്വാസം ഡോക്ടർ കർമ്മം ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിൽ ഫലം കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 ഉപാസനയായിട്ടുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം കണക്കിരിക്കും കാര്യങ്ങൾ. ഇപ്പം നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും ആ വ്യക്തിയുടെ ഈശ്വരാനുഗ്രഹം കണക്കിരിക്കും കാര്യങ്ങൾ അല്ലേ. നമ്മൾ പറയാറില്ല, കണ്ണിൽ കൊള്ളേണ്ടത് പിരുകത്തുകൊണ്ട് ഈശ്വരൻ മാറ്റി തന്നത്, അതൊക്കെയാണ് ദൈവ അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ 9 ഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 9 ഗ്രഹങ്ങളെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അത് നല്ലതായാലും ചീത്തയിലും. അപ്പം ഗ്രഹങ്ങളെ കഴിവതും പ്രീതിപ്പെടുത്താൻ നോക്കണം. ചിത്തിര നക്ഷത്രക്കാർ 2026 ജാനുവരി തൊട്ട് നവഗ്രഹ പ്രീതി ഉണ്ടാകണം. അതായത് ഒരു ആനയുടെയും മനുഷ്യൻ്റെയൊക്കെ ആയുസ് 120 വർഷമാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത് നവഗ്രഹങ്ങളെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ചിത്ര നക്ഷത്രക്കാർ 2026 ജാനുവരി തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ ഇവർക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ, വൈറസ് സംബന്ധമായ അസുഖങ്ങളായിരിക്കും കൂടുതൽ. അൾസർ, ഗ്യാസ്, ഇങ്ങനെ. അതായത് 3-4 തവണ നമ്മൾ വയറ്റിൽ നിന്ന് പോവുക, നമ്മൾ ആഹാരം കഴിക്കാതെ വയറ് ഇങ്ങനെ വീർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പൈൽസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി തന്നെ നമ്മളെന്താ പറയുക, ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം. ദോഷത്തിൻ്റെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. അസുഖങ്ങളും കാര്യങ്ങളും ജാതകത്തിലെ രോഗദുരിതങ്ങളും മാറാൻ വേണ്ടി നമ്മൾ വിശ്വാസപ്രകാരം മഹാദേവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഒരു വർഷക്കാലം ചിത്തിര നക്ഷത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. രുദ്രാഭിഷേകം നടത്തുന്നത് തിരുമേനിയായി കണ്ട് നമ്മൾ ഒന്ന് സംസാരിക്കണം. തിരുമേനി, രുദ്രാഭിഷേകം നിനക്ക് ജാതകദോഷമുണ്ട്, അത് നടത്തുന്നതിന് എത്ര രൂപയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. ചിത്തിര നക്ഷത്രക്കാർ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പറയുന്ന വഴിപാടുകളെല്ലാം ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. ജോലി കളഞ്ഞ് ഒരു വഴിപാടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്ന വഴിപാട് ചെയ്താൽ നമുക്ക് വീണ്ടും സാമ്പത്തിക നഷ്ടമല്ലേ. പിന്നെ സമയകാര്യങ്ങൾ കുഴപ്പമില്ലെങ്കിൽ ഈ പറയുന്ന ചിത്രയുടെ അന്ന് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ ചിത്ര കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ദിവസവും അതിന് മുമ്പോ ഉള്ള വഴിപാടുകളും കാര്യങ്ങളും ഞായറാഴ്ച തന്നെ ചെയ്താൽ മതി. അത് ഭക്തജനങ്ങളെ സൗകര്യം പോലൊന്നും ചെയ്യുക. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ചിത്ര നക്ഷത്രക്കാർ വളരെ അധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മെഡിസിൻ കഴിക്കുക. ഒപ്പം തന്നെ വിശ്വാസപ്രകാരം മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുക. മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച ചരട് വലത് കൈയിൽ കറുത്ത ചരടിൽ കിട്ടുക. ഒരു ചരടിൻ്റെ കാലാവധി 21 ദിവസമാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചിത്ര നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കരുത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ പോകുന്നു, അപ്പോൾ അത് പറയൂ, കൂട്ടുകാരോട് പറയുന്നത്, പരിസരവാസികളോട് പറയുന്നത്, വീട്ടിലെ ബന്ധുക്കാരോട് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലെ നല്ല കാര്യങ്ങൾ പരിസരവാസികളോടോ ബന്ധുക്കളോടോ കൂട്ടുകാരോടോ പങ്കുവെക്കരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് രഹസ്യങ്ങളുണ്ടാകും. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ ഇടയാകാനുള്ള ഒരു വർഷവും കൂടിയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക്. അതായത് നമ്മുടെ പ്രവർത്തന മണ്ഡലം, അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴത്തേക്ക് ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ശത്രുദോഷങ്ങളുണ്ടാകാം. അതായത് ചെറിയ ശത്രുദോഷങ്ങളും കൊണ്ട് നമുക്ക് പല
ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ആരായിട്ടും പങ്കുവെക്കാതെ ചിത്ര നക്ഷത്രക്കാർ ഇരിക്കുക. അതായത് വീടിൻ്റെ അടുത്തുള്ള പരിസരവാസികൾ, ബന്ധുക്കൾ, നാട്ടുകാർ, കൂട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ടുള്ള നമ്മുടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങൾ പെട്ടെന്ന് അവരായിട്ട് പങ്കുവെക്കാതിരിക്കുക. അത് വളരെയധികം ചിത്ര നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. കൂട്ടുകാർക്കോ ബന്ധുക്കാർക്കോ പരിസരവാസികൾക്കോ ജാമ്യം നിന്ന് കൊടുക്കരുത്. എങ്കിൽ നിങ്ങളായിരിക്കും അവരായിരിക്കും ഈ 2026 ആദ്യത്തെ ശത്രു. അത് പ്രത്യേകം കൂടെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പണസംബന്ധമായ കാര്യങ്ങൾ ചിത്ര നക്ഷത്രക്കാർ മറ്റുള്ളവരായിട്ട് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. അതേപോലെ തന്നെ ഉറക്കങ്ങളൊക്കെ ഉറക്കങ്ങൾ കിടന്നാൽ കുറവ് ഉണ്ടാകാൻ ഒരു അവസ്ഥ ചിത്ര നക്ഷത്രക്കാർക്ക് വരും. കഴിവതും ചിത്ര നക്ഷത്രക്കാർ തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കാൻ ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് മുമ്പ് മനസ്സേക്ക് ഒന്ന് ശാന്തമാക്കുക. പഞ്ചാശരി ജപിച്ച് ഉറക്കം വന്നില്ലെങ്കിൽ കിടക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കഴിവതും പൊതുവേ നമ്മൾ തലവെച്ച് കിടക്കേണ്ടത് തെക്കോട്ടും കിഴക്കോട്ടുമാണ്. ഏറ്റവും ഉത്തമം തെക്കോട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടക്കാൻ പറയുന്നത്. ഇത്തിരി സയൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ചിത്ര നക്ഷത്രക്കാർ വേറെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 2026 അതായത് വിവാഹ കാര്യങ്ങളിൽ മുടക്കമുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഈ കല്യാണ കാര്യങ്ങൾ നേരത്തെ മുടങ്ങിപ്പോയ ആലോചനകളും കാര്യങ്ങളൊക്കെ വരും. വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും 2026 ചിത്ര നക്ഷത്രക്കാർക്കുണ്ടോ. വിദ്യാർത്ഥികളായിട്ടുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് നേരത്തെ പഠിക്കാൻ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. എല്ലാത്തിലും ഒന്നാമതായി കിട്ടും. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും. ക്ലാസ്സിൽ തീരെ പഠിക്കാതിരുന്ന കുട്ടികൾ ചിത്ര നക്ഷത്രക്കാർക്കാണെങ്കിൽ 2026 നല്ലപോലെ മാർക്ക് പിടിച്ച് കയറാൻ പറ്റും. അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ തന്നെ സാമ്പത്തികം, അതായത് ഏത് തൊഴിൽ വന്നാലും സാമ്പത്തികം നഷ്ടമില്ലാതെ സാമ്പത്തിക ലാഭമായിട്ട് ചിത്ര നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ശത്രുദോഷങ്ങൾ കൂടുതലായിട്ടൊന്നും ഉണ്ടാകത്തില്ല. ചിത്ര നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട ദേവത എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയാണ്. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ ഒരു വർഷക്കാലം ദർശനം നടത്തുക. ഒപ്പം തന്നെ വഴിപാട് ചെയ്യേണ്ടത്, അതായത് ഒരു വർഷക്കാലം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന ചിത്ര നക്ഷത്രത്തിൽ നിന്ന് നടത്തുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല കൊടുക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടിക്ക് അന്ന് ഭഗവാന് ചെറിയൊരു വേല് ആദ്യം കൊടുത്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുക. ജീവിതത്തിലുള്ള തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ ചിത്ര നക്ഷത്രക്കാർക്ക് മാറിക്കിട്ടും. ഏകദേശം ചിത്ര നക്ഷത്രക്കാർ 52 വയസ്സുള്ള ശേഷമുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അതായത് 36 വയസ്സ് തൊട്ട് 52 വയസ്സ് വരെ ചിത്ര നക്ഷത്രക്കാർക്ക് ശനിദോഷ കാലഘട്ടം നടക്കുന്നത് കൊണ്ടും ശനിയുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടി ശനീശ്വര കവചം ഏലസ ധരിക്കുന്നതും ഒപ്പം തന്നെ അതായത് കാക്കേനെ അരിപ്പൊടി കൊണ്ട് റൊട്ടി ഉണ്ടാക്കി കാക്കയ്ക്ക് കൊടുക്കുന്നത് ഉത്തമമാണ്. അതായത് 36 വയസ്സ് തൊട്ട് 52 വയസ്സിന് ഇടയ്ക്കുള്ള ചിത്തിര നക്ഷത്രക്കാർ കാക്കയെ പ്രീതിപ്പെടുത്തേണ്ട വളരെ അധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് അരിപ്പൊടി കൊണ്ട് റൊട്ടി നമ്മൾ ഉണ്ടാക്കി കല്ലേ പരത്തി ചെറിയ ചെറിയ പീസുകളാക്കി കാക്കയ്ക്ക് വെച്ച് കൊടുക്കുന്നതും വളരെയധികം ഉത്തമമാണ്. ശനീശ്വര ഭഗവാന് ഇഷ്ടമുള്ള, അതായത് ശംഖുപുഷ്പം കൊണ്ട് ശനീശ്വര മന്ത്രം കൊണ്ട് ശനിയാഴ്ച അർച്ചന ചെയ്യുക ശനിദോഷമുള്ളവർ. അതേപോലെ തന്നെ ചിത്തിര നക്ഷത്രക്കാർക്ക് നവഗ്രഹ അർച്ചന ചെയ്യുന്നതുകൊണ്ട് ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൂടും. അരയാലിനെ 7 വലത്ത് വെക്കുക. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകം ഓൺലൈനായി നോക്കി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടും ചിത്ര നക്ഷത്രക്കാർക്ക് ഈ 2026 വളരെ ഗുണകരമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. അതിനുള്ള നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളും കാര്യങ്ങളാണ് പറഞ്ഞത്. യഥാവിധി ചെയ്യുക. കൂടുതലായിട്ടുള്ള വലിയ പൂജകൾ ചെയ്ത് പൈസകൾ കളയേണ്ട ആവശ്യമില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിശ്വാസപൂർവ്വം ചെയ്താൽ മതി. നമുക്ക് 2026 ചിത്ര നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ലതായിരിക്കും.